ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പോൾ ഇഷ്ടം എന്ന സീരിയൽ തുടങ്ങുന്നത് തന്നെ നമ്മുടെ സ്വപ്നവല്ലി ഹോസ്പിറ്റലിൽ കിടന്ന് ഇഷിതയോട് വഴക്കടിക്കുന്നതാണ്. ഇഷിതയെ അകത്തേക്ക് കയറ്റിവിടാൻ സ്വപ്നവല്ലി സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, ഇഷിത ഇവിടുത്തെ CMA ആണ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവളെ കയറ്റണ്ട എന്ന്. അവൾ കയറിയാൽ എൻ്റെ മകൾക്കുള്ള ഒരു തരി ജീവനുള്ളത് അവൾ കളയും എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ മഹേഷ് ആ ഡോക്ടറെ അടുത്ത് പറയുന്നു, ഡോക്ടർ പൊക്കോളൂ, ഇഷിതയെ വരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടർ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇഷിത അവിടെ നിൽക്കുകയാണ്. ഇഷിതയുടെ അടുത്ത് പോയി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് സ്വപ്നവല്ലി. അപ്പോൾ മഹേഷ് ഇഷിതയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, അമ്മയ്ക്ക് മൊത്തത്തിൽ സമനില തെറ്റിയിരിക്കുക, നീ എന്തായാലും ഡ്യൂട്ടിക്ക് വന്നതിൽ നീ ഡ്യൂട്ടിക്ക് കയറിക്കോളാൻ പറയുന്നു. അപ്പോൾ ഇഷിത അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രചനയും ആകാശവും ആണെങ്കിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അവർ ആലോചിച്ച് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ പാളിപ്പോയല്ലോ. കാരണം ചിപ്പിയെ തനിക്ക് കിട്ടുമെന്നൊക്കെയാണ് നമ്മുടെ രചന ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ചിപ്പി തന്നെ ഇഷിതയും മഹേഷിനെ ഒന്നിപ്പിച്ചു. അത് പക്ഷേ രചനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മകള് തന്നെ അവർക്ക് സപ്പോർട്ടായി വന്നു എന്നുള്ള നിലയിൽ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശ് പറയുന്നു, നിൻ്റെ അല്ലേ മകള്, അവൾക്ക് ഇത്ര കാഞ്ഞ ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയുന്നു. അപ്പോൾ പറയുന്നു, ആകാശിൻ്റെ അത്രയും ബുദ്ധിയൊന്നും എനിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ രചന പറയാം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയണം. ആകാശിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അന്നേ പറഞ്ഞതാണ് ഇഷിതയെ തകർക്കണമെന്ന്, ഇഷിതയാണ് ആദ്യം തകർക്കേണ്ടത്, അല്ലാതെ മഹേഷിനെ അല്ല എന്ന് പറയുന്നു. ആകാശിന് വാക്കുകൾ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ആ മയക്കുമരുന്ന് കേസിൽ വിളിച്ചപ്പോൾ മീഡിയക്കാരെ വിളിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ നമ്മുടെ രചന ചോദിക്കുന്നു. അപ്പം ആകാശ് പറയുന്നു, അങ്ങനെയൊന്നും മീഡിയക്കാർ വരത്തില്ല, കാരണം SI ജോർജിന് തന്നെ അറിയാമായിരുന്നു കള്ളക്കേസിൽ ഇഷിതയെ കുടുക്കിയതാണ്, പിന്നെ മഹേഷിനുള്ള വൈരാഗ്യം വെച്ചാണ് ഇഷിതയെ ലോക്കപ്പിലിട്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ജോർജ് സാർ തന്നെ പറഞ്ഞതല്ലേ മറ്റേ കൈലാസിൻ്റെ കാര്യം. എന്നിട്ട് ആകാശ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. എന്നിട്ട് ഇതും പറഞ്ഞിട്ട് രചന അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ ആകാശ് നമ്മുടെ SI ജോർജിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആ കൈലാസിനെ കോടതിയിൽ കൊണ്ടുപോകുമ്പോഴത്തേന് എൻ്റെ അടുത്ത് അറിയിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എല്ലാവരും പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇതേ സമയം ആദിയുടെ സ്കൂളിലാണെങ്കിൽ ആദിയുടെ കൂട്ടുകാരൻ വന്നിട്ട് ആദിയോട് പറയുകയാണ്, നിൻ്റെ ബാഗിൽ ചോക്ലേറ്റ് കവറിട്ടത് മറ്റവനാണെന്ന് പറയുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, നീ കണ്ടതാണോ എന്ന് ചോദിക്കുന്നു. കണ്ടതാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞാണെന്ന് നീ പറയല്ലെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത് അവർ വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവർ വരുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നു, നീയാണോ എൻ്റെ ബാഗിൽ ചോക്ലേറ്റ് കവർ ഇട്ടേന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പയ്യൻ പറയുന്നു, നിനക്ക് അതിൻ്റെ വിലയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ആദ്യം പറയുന്നത്, ഞാൻ ഇടിച്ച് ശരിയാക്കുമെന്ന് പറയുന്നു. എൻ്റെ അച്ഛൻ SI ആണ്, നീ ഇടിച്ച് നോക്കുക അപ്പോൾ കാണാമെന്നൊക്കെ കുട്ടി പറയുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറയുന്നു. പെട്ടെന്ന് തന്നെ കുട്ടി പറയുന്നു, നിനക്ക് ഒരു ഡാഡിയല്ലല്ലോ, 2 ഡാഡിമാരാ, ഞങ്ങൾക്കൊക്കെ ഒരു ഡാഡിയേ ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേനും നമ്മുടെ ആദിക്ക് വളരെ ദേഷ്യം വരികയാണ്. ആദി പെട്ടെന്ന് തന്നെ കൈ ചുരുട്ടിയ കുട്ടിയുടെ മൂക്കിലേക്ക് ഇടിക്കുകയാണ്. മൂക്കിനിടിക്കുന്ന സമയത്ത് കുട്ടി താഴെ പോയി വീഴുകയാണ്. അങ്ങനെ മൂക്കിൽ നിന്ന് ചോര വരുന്നു. അപ്പോൾ ആ കുട്ടി പറയുന്നത്, ചോര വരുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. ആശുപത്രി കൊണ്ടുപോകുമ്പോഴത്തേനും ഇഷിത അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു സിസ്റ്റർ വന്ന് പറയുന്നത്, ഡോക്ടർ ഒരു എമർജൻസി ഉണ്ട്, പെട്ടെന്ന് വരാൻ പറയുന്നു. അങ്ങനെ മഹേഷിനോട് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും മൂക്കിൽ നിന്ന് ചോര വരുന്നു. അപ്പോൾ ഡോക്ടർ അവിടെ കെയർ ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്, എക്സ്റേ എടുക്കണം എന്നിട്ട് വിടാമെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി പറയുന്നത്, എൻ്റെ അച്ഛൻ SI എന്നെ ഒരുത്തൻ ഇടിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, ഞാനും കൊടുത്തേനെ വീണില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്നു. അങ്ങനെ ഇഷിത പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇഷിതയുടെ കൂടെ പഠിച്ച ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇഷിത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇഷിത തിരിഞ്ഞു നോക്കുമ്പോൾ, അയ്യോ നീ ഇന്ദുവോ ഇവിടെ എന്താന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത്, എൻ്റെ മകനാണ് അകത്ത് ഊട്ടിയിൽ നിന്ന് വന്നൊരു ബോഡിയിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് എൻ്റെ മകൻ്റെ മൂക്കിടിച്ചതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുന്ന, ആ കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇഷിതയ്ക്ക് അത് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മുടെ SI സുഗതം പറയുന്നു, ഏതോ ആകാശ് മേനോൻ്റെ കീപ്പിൻ്റെ കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. അപ്പം ഇഷിത പറയുന്നു, നിങ്ങളീ പറയുന്ന ആദി
എൻ്റെ ഭർത്താവ് മഹേഷിൻ്റെ ആദ്യ ഭാര്യയുടെ കുട്ടിയാണെന്ന് പറയുന്നു. അങ്ങനെ ഇഷിത കഥകളൊക്കെ പറയുന്നു. അവൻ ബോർഡിങ്ങിലായിരുന്നു, അവിടുന്ന് ഇങ്ങനെ രചന TC വാങ്ങി ഇവിടെ കൊണ്ട് ചേർത്തതാണ്. ആകാശിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ആകുന്നത്. അതുകൊണ്ട് സാർ നടപടികളിലേക്കൊന്നും പോകരുത്, കുറച്ച് ശിക്ഷയൊക്കെ കുറയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അവനെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പോൾ സുഗതം പറയുന്നു, എന്നാൽ പിന്നെ മഹേഷിനോട് പറഞ്ഞ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനൊക്കെ പറയുന്നു, അവനെ നേർവഴിയിലാക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ ഇഷിത റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദി ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വരിക, ബാഗ് എടുത്ത് എറിയുന്നതിന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ രചന അങ്ങോട്ടേക്ക് വരുന്നത്, എന്താണ് സ്കൂൾ സംഭവിച്ചതെന്ന് ചോദിക്കുന്നത്. നിൻ്റെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിരുന്നെന്ന് പറയുന്നു. അപ്പോൾ ആകാശം അങ്ങോട്ട് വരുന്നു. അപ്പോൾ ആദി ചോദിക്കുന്നു, അമ്മ എനിക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് മാത്രം എന്താ 2 ഡാഡി എന്ന് ചോദിക്കുന്നു. എൻ്റെ കൂടെ എൻ്റെ ഡാഡിന്നും പറഞ്ഞിട്ട് ഒരാൾ, പിന്നെ കൂടെ വരാനൊരാളും, ഇതാരാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അവൾ പറയുന്നു അങ്കിളാന്ന്. അപ്പോൾ ഉടനെ ആദ്യം ചോദിക്കുന്നു, അങ്കിൾ അത് അമ്മയുടെ ആങ്ങളയായിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. പിന്നെ അങ്ങനെ അങ്കിളുമാവുക എന്നുള്ള രീതിയിലൊക്കെ അവൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അത് രചനയ്ക്ക് ഭയങ്കര വിഷമമാവുന്നു. അപ്പോൾ ഇതും പറഞ്ഞ് ആദ്യം അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആകാശ് പറയുന്നു, അവൻ ചെയ്തത് നന്നായി, അവൻ ഇടിച്ച് പരത്തിയല്ലോ എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നു. പിന്നെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഷിത ഇത് മഹേഷിൻ്റെ അടുത്ത് പറയുന്നു. മഹേഷിന് വളരെ വിഷമമാവുന്നു. മഹേഷ് പറയുന്നു, എൻ്റെ കുട്ടി അവൻ ജുവനൈൽ ഹോമിൽ കയറ്റുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ സ്കൂളിലേക്ക് ഇവരെ വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മഹേഷും ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും പ്രിൻസിപ്പൾ തക്കതായ ആക്ഷൻ എടുക്കുമെന്നറിയാം. പക്ഷേ SI സുഗതൻ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇഷിത പറഞ്ഞതുകൊണ്ട് അവനെ വീണ്ടും അവിടെ തന്നെ സ്കൂളിൽ തന്നെ സ്റ്റേ ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അത് ഇഷിത പറഞ്ഞതാണെന്നുള്ള രീതിയിൽ സുഗതം പറയുകയും ചെയ്യും. അപ്പോൾ ആദിയുടെ മനസ്സിലൊരു വീണ്ടും ഒരു ചായ്വ് ഇഷിതയോട് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയുള്ള എപ്പിസോഡിൽ ചിലപ്പോൾ ഇഷിതയുടെ അടുത്തേക്ക് നമ്മുടെ ആദി വരികയും ചെയ്യും. അങ്ങനെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. അതുപോലെ മഞ്ജിമയ്ക്ക് ബോധമൊക്കെ വരുന്നു. അപ്പം കൂടെ നിന്ന് ഡോക്ടർ സ്വപ്നവല്ലിയുടെ അടുത്ത് പറയുന്നു, നിങ്ങളുടെ മരുമകളാണ് രാത്രി ഉറക്കമൊഴിഞ്ഞ് അവരുടെ അടുത്തിരുന്നേന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലിക്കും നമ്മുടെ ഇഷിതയുടെ സ്നേഹമൊക്കെ വരുന്നുണ്ട്.